Hi everyone, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 9 സോഷ്യൽ സയൻസിലെ എക്കണോമിക്സ് ചാപ്റ്റർ നമ്പർ 3 പോവർട്ടി ആസ് എ ചലഞ്ച്. ഓക്കെ, അപ്പോൾ പോവർട്ടി എന്താണ്? നമ്മുടെ രാജ്യം ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലെ. പോവർട്ടി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ചലഞ്ച് ബൈ ദ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. പോവർട്ടി ഈസ് എ കണ്ടീഷൻ വിച്ച് എ പേഴ്സൺ എന്ത് പറ്റും? പോവർട്ടി എന്ന് പറഞ്ഞാൽ ലാക്ക് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് എസെൻഷ്യൽ തിങ്സ് ടു എൻജോയ് ദ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. ഒരു മിനിമം ലെവലിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത്? പോവർട്ടി എന്ന് പറഞ്ഞാൽ. പുവർ പീപ്പിൾ ക്യാൻ ബി ഏതൊക്കെ ടൈപ്പ് ഓഫ് പുവർ പീപ്പിൾ ആണുള്ളത്? ലാൻഡ്ലെസ് ലേബേഴ്സ് ഇൻ village juggies and the slum dwellers in cities, towns, daily wage workers at construction sites, child workers in dabas, or even beggars. India has the largest single concentration of poor in the world. Every fourth person is poor. അപ്പോൾ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കുറെ ഗ്രൂപ്പ് ഓഫ് ആളുകൾ അതിൽ നാലാമത്തെ ഒരാൾ എപ്പോഴും എന്തായിരിക്കും? പോവർട്ടി ലൈനിൽ താഴെയുള്ള ഒരാളായിരിക്കും എപ്പോഴും. ഓക്കെ, അപ്പൊ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചലഞ്ച് ആണ് എന്ത്? പോവർട്ടി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് പോവർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് ഓഫ് പോവർട്ടീസ്? അർബൻ കേസും ഉണ്ട്, റൂറൽ കേസും ഉണ്ട്. ഈ രണ്ട് കേസുകളിലും നമുക്ക് രണ്ട് സ്റ്റോറീസ് ആണ് പഠിക്കാനുള്ളത് അല്ലെ. There are many dimensions of poverty, that is lack of proper food, shelter, healthcare, education. ഇതൊക്കെ ഇല്ലായ്മ. പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ്, പ്രോപ്പർ ആയിട്ടുള്ള ഷെൽട്ടർ, പ്രോപ്പർ എഡ്യൂക്കേഷൻ, പ്രോപ്പർ ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇതൊന്നും ഇല്ലെങ്കിൽ എന്താണ്? നമ്മളൊരു പോവർട്ടി ഉള്ള ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ഇനി അർബൻ കേസ് എടുക്കുകയാണെങ്കിൽ റാം സരൺ ഈസ് എ ഡെയിലി ലേബർ വർക്കർ ഇൻ എ ഫ്ലേവർ മിൽ ഇൻ റാഞ്ചി, ജാർഖണ്ഡ്. He earns 1,500 per month when employed. He supports his family of 6 persons. Besides sending some money to his elderly parents, his wife and son also work, but none of his 4 children can attend school. The family lives in one-room rented house in the outer area of the city. Children are undernourished and have only very few clothes and footwear and has no access to health care. അപ്പോൾ ഇവിടെ അർബൻ കേസിലാണെങ്കിൽ രാം സരൺ എന്ന് പറയുന്ന ആള് അത്യാവശ്യം സിറ്റിയിലാണ് ജീവിക്കുന്നത്. 1,500 പെർ മന്ത് കിട്ടും. കുറച്ച് എമൗണ്ട് ഫാമിലിയിലോട്ട് അയക്കും. ബാക്കി ഈ 4 പിള്ളേരെ നോക്കാനും വൈഫിനും വേണ്ടിയായിട്ട് കൊടുക്കും. എന്നിരുന്നാലും ആ ഫാമിലിയിൽ എന്തില്ല? ചിൽഡ്രൻ ഒന്നും നല്ല ഭക്ഷണം കിട്ടുന്നില്ല. അതുപോലെ തന്നെ സ്കൂൾസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് കിട്ടുന്നില്ല, എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല, അവർക്ക് ഇട്ട് മാറ്റാൻ ആവശ്യത്തിനുള്ള ഡ്രസ്സുകളില്ല. ഇതൊക്കെയാണ് കേസ്. ഇനി റൂറൽ കേസ് എടുക്കുകയാണെങ്കിൽ ലേഖ സിംഗ് is a landless labor in the smaller village near Meerut in Uttar Pradesh. By doing odd jobs of farmer, he earned 50 per day. Sometimes he gets some food grains. He is not literated, or his family of 8 persons lives in a Kutch house near the edge of the village. They have no access to healthcare and cannot afford new clothes or even soap or oil. അപ്പോൾ ലേഖ സിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാൻഡ്ലെസ് ലേബർ ആണ്. ലാൻഡ് ഒന്നും ഇല്ലാത്ത അയാൾ പണിയെടുത്ത ഒരു ദിവസം 50 രൂപ കിട്ടുന്നുള്ളൂ. അതല്ലാതെ ഇൻസ്റ്റെഡ് ചില ദിവസങ്ങളിൽ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഹീ ഈസ് നോട്ട് ലിറ്ററേറ്റ്, അയാൾ പഠിച്ചിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ അവരുടെ ഫാമിലിയിൽ 8 ആളുകളെ ഉള്ളൂ. ആ ആളുകളെല്ലാം തിങ്ങിക്കൂടി ഒരു കച്ച് ഹൗസ്, മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അവർക്ക് ഇതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഇല്ല. പുതിയ ഡ്രസ്സ് വാങ്ങിക്കാനോ ഈവൻ സോപ്പും ഓയിലും വാങ്ങിക്കാനുള്ള പൈസ പോലും അവരുടെ കയ്യിൽ ഇല്ല. ഇനി പോവർട്ടി നമ്മൾ സോഷ്യൽ സയന്റിസ്റ്റുകൾ എങ്ങനെയാണ് അനലൈസ് ചെയ്തേക്കുന്നത്? എന്തൊക്കെ ആസ്പെക്ട്സിന്റെ രീതിയിലാണ് നോക്ക്. poor level of literacy കുറവാണെങ്കിൽ, malnutrition leading to poor resistance to disease, lack of access to health care, or job opportunities, lack of sanitation and safe drinking water. അപ്പോൾ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഇല്ല, നല്ല രീതിയിലുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് ഇല്ല, അതുപോലെ മാൽന്യൂട്രീഷൻ, ആരും ന്യൂട്രിയൻ്റ് അല്ല, മീൻസ് എന്താണ്, പിള്ളേരൊക്കെ അണ്ടർനറിഷ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ. അതുപോലെ തന്നെ സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ ഒന്നും നല്ല രീതിയിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ പോവർട്ടി ആണ്. ഇനി
ദ മോസ്റ്റ് കോമൺ ഇൻഡിക്കേറ്റേഴ്സ്, നമുക്ക് എന്ത് കാര്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും പോവേർട്ടി അവിടെ ഉണ്ട് എന്ന്. പോവർട്ടി അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് സോഷ്യൽ എക്സ്ക്ലൂഷനും വൾണറബിലിറ്റിയും. സോഷ്യൽ എക്സ്ക്ലൂഷൻ മീൻസ് ലിവിങ് ഇൻ എ പൂവർ സറൗണ്ടിങ് വിത്ത് പൂവർ പീപ്പിൾ, എക്സ്ക്ലൂഡ് ഫ്രം എൻജോയിങ് സോഷ്യൽ ഇക്വാലിറ്റി ഓഫ് ബെറ്റർ ഓഫ് പീപ്പിൾ ഇൻ ബെറ്റർ സറൗണ്ടിങ്. മീൻസ് പൂവർ ആയിട്ടുള്ള സറൗണ്ടിങ്ങിൽ പൂവർ ആയിട്ടുള്ള പീപ്പിളിന്റെ കൂടെ ജീവിക്കുക. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്ന് മാറി, വലിയ സമ്പത്തുള്ള ആളുകളിൽ നിന്നൊക്കെ മാറി പൂവർ ഏരിയാസിൽ ജീവിക്കുക. സോഷ്യൽ എക്സ്ക്ലൂഷൻ ക്യാൻ ബി ദ കോസ് ആസ് വെൽ ആസ് ദ റിസൾട്ട് ഓഫ് പോവർട്ടി വിച്ച് ലെഡ് ടു എക്സ്ക്ലൂഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഫ്രം ഫെസിലിറ്റീസ്. പല ഫെസിലിറ്റീസിൽ നിന്നും ഇവർ എക്സ്ക്ലൂഡഡ് ആവായി പോവാനുള്ള മെയിൻ റീസൺ തന്നെ സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണ്. കാരണം കുറേ ഗവൺമെന്റ് പ്ലാൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഏരിയാസിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇന്ത്യയുടെ രാജ്യത്തിന്റെ ഇന്നർമോസ്റ്റ് ഏരിയാസിലോട്ടൊന്നും എത്തേണ്ടായിരിക്കില്ല. അപ്പൊ ഇവര് ഈ എന്താണ് നമ്മുടെ ഏറ്റവും പൂറായിട്ടുള്ള സറൗണ്ടിങ്ങിൽ പോയി ജീവിച്ച അവർ അങ്ങോട്ട് എത്താനുള്ള ആക്സസിബിലിറ്റി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ബെനിഫിറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എൻജോയ് ചെയ്യാനും പറ്റത്തില്ല. ഇൻ ഇന്ത്യ കാസ്റ്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ എക്സ്ക്ലൂഷൻ. കാസ്റ്റ് സിസ്റ്റം ഉണ്ടായത് സോഷ്യൽ എക്സ്ക്ലൂഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു. People belonging to certain castes were prevented from enjoying equal facilities and benefits and opportunities. അതിലെന്ത് പറ്റി? ആളുകളൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഡിനൈ ചെയ്തു, കുറെ കാസ്റ്റുകൾക്കൊക്കെ ഡിനൈ ചെയ്തു. ഇത് തന്നെയായിരുന്നു പണ്ട് കാലം മുതലേ പോവേർട്ടി നമ്മുടെ രാജ്യത്ത് ഉണ്ടായ മെയിൻ റീസൺ. ഓക്കെ, പണ്ട് മുതലേ സോഷ്യൽ എക്സ്ക്ലൂഷൻ ഉണ്ടായത് കൊണ്ടാകാം. Okay, next one, vulnerability. Vulnerability to poverty, which describes greater probability of certain community. ചില ഗ്രൂപ്പുകൾ കൂടുതലായിരിക്കും. Members of backward class or individual, widows, physically handicapped person becoming remaining poor in the coming times. ഇപ്പൊ വിഡോ എടുത്താലും മീൻസ് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പേഴ്സൺ എടുത്താലും അവരെപ്പോഴും എന്തായിരിക്കും? ദേ ബിക്കമിങ് ഓർ റിമൈനിങ് പുവർ ഇൻ ദ കമ്മിങ് ടൈംസ്. അവർ ഒരിക്കലും ശരിയാവാൻ പോണില്ല. അതുകൊണ്ട് തന്നെ അവര് എപ്പോഴും പുവർ ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി of certain community. Vulnerability is determined by various options available to different community in terms of assets ന്റെ ബേസിലാവാം, ജോബ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇങ്ങനെ പല ആസ്പെക്ട്സിലും നമുക്ക് വൾണറബിലിറ്റി നോക്കാം. Analyze their ability to face various risks like natural disasters. The group which face greater risk at the time of natural calamities are called vulnerable group. ഒരു കലാമിറ്റി വരെയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ്സ് എന്നും പറയും. ഇനി പോവേർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇമാജിനറി ലൈൻ യൂസ്ഡ് ബൈ ദ കൺട്രി ടു ഡിറ്റർമൈൻ ഇറ്റ്സ് പോവേർട്ടി. നമ്മുടെ രാജ്യം പോവേർട്ടി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇറ്റ് ഈസ് എ ഇമാജിനറി കാൽക്കുലേറ്റിംഗ് ലൈൻ. ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റഡ് ബൈ ദ കൺട്രി അക്കോർഡിംഗ് ടു ഇറ്റ്സ് existing social norms. It varies from time to time and place to place and country to country. സ്ഥലങ്ങളിൽ നിന്ന് മാറും, ടൈം അനുസരിച്ച് മാറും, കൺട്രി വീതം മാറും. The most common method to determine poverty is income or the consumption level. എത്രത്തോളം സമ്പാദിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട് അതനുസരിച്ച് നമുക്ക് പോവേർട്ടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റൈസ് ഇൻ പോവേർട്ടിയും ലോസ് ഇൻ പോവേർട്ടി ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. The organization which involved in the estimation of poverty line, അതാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ ആണ് സർവേസ് നമ്മുടെ രാജ്യത്ത് കണ്ടക്ട് ചെയ്യുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇറ്റ് ഓർഗനൈസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. അറ്റ് ദ ഇന്റർവെൽ ഓഫ് 5 years കൂടുമ്പോഴാണ് അവർ എലക്ഷൻസ് നടത്തുന്നത്. ആൻഡ് അതുപോലെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1950s. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ കണ്ടക്ടിങ് റെഗുലർ സോഷ്യൽ എക്കോണമിക് സർവീസ്. ഓക്കെ, പോവർട്ടി ലൈൻ ഇൻ ദ കൺട്രി. അപ്പോൾ ഏറ്റവും കൂടുതൽ വേൾഡ് ബാങ്ക് യൂസസ് ദ യൂണിഫോം സ്റ്റാൻഡേർഡ് മെത്തേഡ്. ഓക്കെ, പോവർട്ടി ലൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിറ്റർമൈനിങ് ദ പോവർട്ടി ഓഫ് ദ കൺട്രി
ഈ കാൽക്കുലേഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ആയിരിക്കും. ഓക്കെ, ആസ് പെർ ദിസ് മെത്തേഡ് പോവർട്ടി ലൈൻ, വേൾഡ് ബാങ്ക് പ്രകാരം ഒരു പോവർട്ടി ലൈൻ ഈസ് ദ ലെവൽ ഓഫ് മിനിമം അവൈലബിലിറ്റി. ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചോളേ. മിനിമം അവൈലബിലിറ്റി ഓഫ് ഇക്വലന്റ് ഓഫ് $1 പെർ പേഴ്സൺ പെർ ഡേ. ഒരാൾക്ക് ഒരു ദിവസം $1 കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ പോവർട്ടി ലെവലിന് എബോവ് ആണ്. ഓക്കെ, മിനിമം കിട്ടിയിരിക്കണം. പോവർട്ടി ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് റേഷ്യോ ഇൻ ഇന്ത്യ 45% ആയിരുന്നു 1994. അതിപ്പോൾ ആക്ച്വലി 21.9% ആണ് 2021. Okay, if the trend is declining in the ratio continues at the rate, the poverty may reduce 20% in the coming few years. അടുത്ത കൊല്ലങ്ങളിലായിട്ട് നമുക്ക് 20% ഇനിയും കുറയുന്നതാണ് ചാൻസ്. ഓക്കെ, ഗ്രൂപ്പ് വൾനറബിൾ ടു പോവർട്ടി. അപ്പോൾ പോവർട്ടി എമംഗ് സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് എക്കോണമിക് ഗ്രൂപ്പ് ആർ ക്ലാസിഫൈഡ്. സോഷ്യലി വൾനറബിൾ ഗ്രൂപ്പ്സ് ആണ് ആരൊക്കെ? SC, ST. ആൻഡ് എക്കോണമിക്കലി വൾനറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് ലാൻഡ്ലെസ് ലേബേഴ്സ്, അർബൻ കാഷ്വൽ ലേബേഴ്സ് എക്സെട്ര. ഓക്കെ, ഷെഡ്യൂൾ ട്രൈബ് ഒഴിച്ച് ബാക്കി എല്ലാവരും പോവർട്ടി ലൈൻ മറികടന്നിട്ടുണ്ട് ഈ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട്. ഇനി പോവർട്ടി ലൈൻ എസ്റ്റിമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്, ഇൻ ഇന്ത്യ എ സബ്സിസ്റ്റൻസ് ലെവൽ ഓർ ദ മിനിമം ലെവൽ ഓഫ് ഫുഡ് റിക്വയർമെൻറ്റ്, ക്ലോത്തിങ്, അതുപോലെ ഫുഡ്വെയർ, ഫ്യൂവൽ, ഇതൊക്കെ ഡിറ്റർമൈൻ ഫോർ എസ്റ്റിമേറ്റിംഗ് പോവർട്ടി. ഇൻ റൂറൽ ആൻഡ് അർബൻ ഏരിയ നേച്ചർ ഓഫ് വർക്ക്, പ്രൈസ്, ഗുഡ് ആർ ഡിഫറെൻറ്റ് അല്ലേ. അങ്ങനെ പല സ്ഥലങ്ങളിലും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ കലോറി റേറ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇനി വൾനറബിൾ ഗ്രൂപ്പ്സ് ടു പോവർട്ടി നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. SC, ST, അതുപോലെ തന്നെ സോഷ്യലി എക്കണോമിക്കലി മീൻസ് റൂറൽ ലാൻഡ്ലെസ് ലേബേഴ്സ്. ഇനി സ്റ്റോറി ഓഫ് Shivram. The family of Shivram, a rural landless labor, has been cited as an example of such family. There are 8 members in a family, and both he and his wife work. His children do not attend school due to poverty. Only his son get meals. Sometimes they get difficult to managing even 2 meals in a day. അപ്പോൾ ഒരു ദിവസം 2 നേരം വരെ മീൽ കൊടുക്കാൻ അവർ കഷ്ടപ്പെടുന്നു. ദ സ്റ്റോറി പോർട്രേറ്റ് ദ സഫറിങ് ഓഫ് ശിവറാം. അപ്പോൾ ഇയാളുടെ സഫറിങ്സ് ആണ് കാണിക്കുന്നത്. ഹു വർക്ക്ഡ് ആസ് എൻ അഗ്രികൾച്ചറൽ ലേബർ, that's too just for 5 to 6 months in a year. The suffering and inequality within the family for the women and children are even more. അപ്പോൾ അവിടുത്തെ ഫാമിലിയിലും വിമനും അതുപോലെ തന്നെ ചിൽഡ്രനും ഫേസ് ചെയ്യുന്ന സഫറിങ്സ് ഭയങ്കര വലുതാണ്. ഓക്കെ, ഗേൾസിനെ സ്കൂളിൽ അയക്കുന്നില്ല, അതുപോലെ തന്നെ മിൽക്ക് കിട്ടുന്നില്ല, സണ്ണിനും മിൽക്ക് കിട്ടുന്നില്ല, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം എന്താണ്, അവരുടെ ഫാമിലി ഈസ് ഇൻ പോവർട്ടി. ഓക്കെ, ഇനി ഇന്റർ സ്റ്റേറ്റ് ഡിസ്പാരിറ്റീസ്. ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഈസ് നോട്ട് സെയിം ഇൻ എവറി സ്റ്റേറ്റ്. അതെ, നമുക്കറിയാം എല്ലാ സ്റ്റേറ്റിലും ആളുകൾ സെയിം എമൗണ്ടിലല്ല. ചിലത് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും, ചിലത് പോപ്പുലേഷൻ കുറഞ്ഞ സ്റ്റേറ്റ്സ് ആയിരിക്കാം. ഇനി ബീഹാറും ഒറീസയൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ പോവർട്ടി പൂറസ്റ്റ് സ്റ്റേറ്റ് ആണ് ബീഹാർ ആൻഡ് ഒറീസ. നമ്മൾ എടുക്കുകയാണെങ്കിൽ പൂവറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ് ബീഹാർ, ഒഡീഷ. ഇനി സ്റ്റേറ്റ്സ് ലൈക്ക് മധ്യപ്രദേശ്, ആസാം, ഉത്തർപ്രദേശ്, ബീഹാർ, ഒറീസ ഇവരൊക്കെ എന്താണ്, റീസെൻ്റ്ലി എസ്റ്റിമേറ്റിംഗ് ഓൾ ഇന്ത്യ ഹ്യൂമൻ ക്യാപിറ്റൽ റേറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിയ സ്റ്റേറ്റ്സ് ആണ്. ഓൾദോ റൂറൽ പോപ്പർട്ടി ആൻഡ് അർബൻ പോപ്പർട്ടി ഈസ് ഹൈ ഇൻ states like Kerala, Jammu Kashmir and Andhra Pradesh, Tamil Nadu significantly decline in poverty. അപ്പോൾ കേരളയിലും ജമ്മു കാശ്മീർ ഈ പറഞ്ഞ സ്റ്റേറ്റ്സിലേക്ക് പോവർട്ടി കുറഞ്ഞു വരുന്നു. ആൻഡ് സക്സസ്ഫുള്ളി റെഡ്യൂസിങ് പോവർട്ടി ആൻഡ് അഡോപ്റ്റിംഗ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പല മെത്തേഡ്സും അവരെടുക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ പഞ്ചാബ് ആൻഡ് ഹരിയാന എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തത്? അഗ്രികൾച്ചറിലൂടെയാണ് അവർ പ്രോഗ്രസ് ചെയ്തത്. ഇനി കേരള ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൽ കൂടുതലും എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത്.
ഇനി വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ ഇംപ്ലിമെന്റഡ് ലാൻഡ് റീഫോംസ് നല്ല രീതിയിൽ നടത്തി. ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മീൻസ് നമ്മുടെ റേഷൻ പോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തു. തമിഴ്നാടും അതുപോലെ തന്നെ. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവിടെ കൊണ്ടുവന്നു. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ സ്റ്റാർട്ടാക്കി. ഓക്കെ, ഇതാണ് അവർ സ്റ്റാർട്ടാക്കിയ കുറേ മെത്തേഡ്സ് അവരുടെ സ്റ്റേറ്റ്സിൽ പോവർട്ടി കുറക്കാൻ. ഇനി വാട്ട് ആർ ദ കോസസ് ഓഫ് പോവർട്ടി? നമുക്കറിയാം ധാരാളം കോസസ് ഉണ്ടാവും പോവർട്ടിക്ക്. നമുക്കറിയാം ബ്രിട്ടീഷ് കൊളോണിയലിസം മുതൽ എന്താണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണ്, ഇൻകം ഗ്രോത്ത് കൂടി, ലോ ലെവൽ ഓഫ് എക്കോണമിക് ഡെവലപ്മെന്റ് അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഒരാൾക്ക് ഒരു നാട്ടിൽ ജീവിക്കുന്ന റേറ്റ് പോവർട്ടി കൂടിയാണ് വന്നത്. പിന്നെ ഗ്രീൻ റെവല്യൂഷൻ ഇംപ്രൂവ് ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ അഗ്രികൾച്ചർ. ബട്ട് നമ്മുടെ കൺട്രിയിൽ പറ്റിയില്ല, ചില കൺട്രീസിലൊക്കെ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ജോബ് സീക്കേഴ്സ്. ജോലി ആവശ്യമുള്ളവരെ കൂടി വന്നു. അതുപോലെ തന്നെ ജോലിക്ക് കൊടുക്കുന്ന പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ പേയ്മെന്റ് ആയിരിക്കും കൊടുക്കുന്നത്. അതും പോവർട്ടി സിറ്റീസിലും ടൗൺസിലും സ്പ്രെഡ് ചെയ്യാനൊരു റീസൺ ആണ്. അതുപോലെ തന്നെ സോഷ്യോ കൾച്ചർ ആൻഡ് എക്കോണമിക് ഫാക്ടേഴ്സ്. അത് പോവർട്ടി മീൻസ് നമ്മുടെ ട്രഡീഷൻ, അതുപോലെ തന്നെ നമുക്കുള്ള സമ്പത്ത്, ഇതൊക്കെ പോവർട്ടി കൂട്ടാനുള്ള കാരണങ്ങളാണ്. അതുപോലെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് റിസോഴ്സ്. എല്ലാവർക്കും ഈക്വൽ എമൗണ്ട് ഓഫ് റിസോഴ്സ് ഒന്നുമല്ല, ഓരോരുത്തരുടെ ഇൻകം അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ ലാൻഡ് റീഫോം മെത്തേഡ്സ് പ്രോപ്പർ ആയിട്ടല്ല നടക്കുന്നത്. അതുപോലെ തന്നെ സ്മോൾ ഫാമേഴ്സ് മണി ബോറോ ചെയ്തിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ അവർക്ക് ഹൈ ഡെബറ്റ് വരും, ഡെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതടക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടും. സോ ദേ ആർ ബിക്കമിങ് ഓൾസോ ആൻഡ് ദേ ആർ ഓൾസോ ഇൻ ദ പോവർട്ടി ലൈൻ. ഇനി ആൻറ്റി പോവർട്ടി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ 2 മെഷേഴ്സ് നമുക്കുണ്ട്. പ്രൊമോട്ടിങ് എക്കോണമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 1980s മുതൽ എക്കോണമിക് ഗ്രോത്ത് ലോ ആണ്, ബട്ട് ഇറ്റ് ഹാസ് ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി. ദ ഹൈ എക്കോണമിക് ഗ്രോത്ത് ഹെൽപ്സ് ഇൻ സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഓഫ് പോവർട്ടി. എക്കോണമിക് ഗ്രോത്ത് കൂടുമ്പോൾ പോവർട്ടി എന്ത് ചെയ്യും? കുറയും. ദർ ഇസ് എ സ്ട്രോങ് ലിങ്കേജ് ബിറ്റ്വീൻ എക്കോണമിക് ഗ്രോത്ത് ആൻഡ് poverty. Economic growth is widen opportunity, provide resources invested in human. High income growth encourage people to send their children to school and hope they would become economic return for investing in education. അപ്പോൾ ഹൈ എക്കോണമി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പോവർട്ടി കുറേയൊക്കെ കുറയും. And poor may not take direct advantage of economic growth due to lack of poor people അത്ര പെട്ടെന്ന് എക്കോണമിക് ഗ്രോത്ത് എടുക്കില്ല, കാരണം അവർക്ക് ധാരാളം ഇതല്ലാത്ത പ്രശ്നങ്ങൾ അവർ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഇനി ടാർഗറ്റഡ് ആൻറ്റി പോവർട്ടി പ്രോഗ്രാംസ് മീൻസ് ഗവൺമെൻറ് പോവർട്ടി കുറക്കാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറേ മെത്തേഡ്സ് അല്ലെങ്കിൽ കുറേ പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്കീമുകളെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് സ്കീംസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ റോസ്ഗർ യോജന. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നോക്കിക്കേ, 1993 എംപ്ലോയ്മെന്റ് ഇല്ലാത്ത യൂത്തിന് എംപ്ലോയ്മെന്റ്, സെറ്റിംഗ് അപ്പ് സെൽഫ് എംപ്ലോയ്മെന്റ് വെഞ്ചേഴ്സ്, സെൽഫ് ആയിട്ട് എംപ്ലോയ്മെന്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം REGP 1995 സ്റ്റാർട്ട് ചെയ്തതാണ്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിന് റൂറൽ ഏരിയാസിൽ സ്കിൽസ് കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് എംപ്ലോയ്മെന്റ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. ഇനി സ്വർണ ജയന്തി ഗ്രാം സ്വർഗസാർ യോജന, അത് പുവർ ഫാമിലീസിന് റൂറൽ ഏരിയാസിലുള്ളതാണ്. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ്, ലിങ്കേജ്, സബ്സിഡീസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പ്രധാൻ മന്ത്രി ഗ്രാമയോജന യോജന 2000 റൂറൽ ഏരിയ സ്റ്റേറ്റ്സിലാണ്. അച്ചീവ് സസ്റ്റൈനബിൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിലൊക്കെ പ്രൈമറി ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഷെൽട്ടർ, ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ കൊടുക്കാൻ. അടുത്തത് ആന്തോയൻ അന്ന യോജന പുവർ ഫാമിലീസ് അർബൻ ഏരിയാസിലുള്ളവർക്ക്. അടുത്തത് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, അത് ഇറ്റ് ഈസ് എ സ്കീം അണ്ടർ
അടുത്തതെന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി റൂറൽ ഹൗസ് ഹോൾഡിന് മീൻസ് 100 days ഓഫ് വേജ്. ഇത് ഒരു ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. 200 crore പേഴ്സൺസിന് ഷെയർ SC ST SCയിലും വുമൻസിനും ഒക്കെ ആയിട്ട് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നൊരു പദ്ധതിയാണ്. ഇനി ചാലഞ്ചസ് ടു പോവർട്ടി റിഡക്ഷൻ. പോവർട്ടി കുറക്കുമ്പോൾ അതിലുണ്ടാവണം ഹൈ എക്കോണമിക് ഗ്രോത്ത് ഉണ്ടെങ്കിലേ എന്ത് സംഭവിക്കുള്ളൂ, പോവർട്ടി റെഡ്യൂസ്ഡ് ആകത്തുള്ളൂ. ഇനി യൂണിവേഴ്സൽ ഫ്രീ എലിമെന്ററി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഡിക്രീസ് ദ പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ കുറഞ്ഞാലും എക്കോണമി ഗ്രോത്ത് ഇൻക്രീസ് ആവും. എംപവർമെന്റ് ഓഫ് വിമൻ ആൻഡ് വീക്കർ സെക്ഷൻ. അവരെ എംപവർ ചെയ്യിച്ച് ധാരാളം പ്രശ്നങ്ങൾ മാറും. ഇനി ജസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ചാപ്റ്ററിന്റെ ഒരു സമ്മറിയാണ്. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് വായിച്ചു പോകുക. ഈ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത് ജസ്റ്റ് ഇതിന്റെ ഒരു മൈൻഡ് മാപ്പാണ്. മീൻസ് ഇത്രയും ഏരിയാസ് ആണ് നിങ്ങൾ ഈ ലെസണിൽ പഠിക്കേണ്ടത്. സോഷ്യൽ എക്സ്ക്ലൂഷൻ, വൾണറബിലിറ്റി, പോവർട്ടി ലൈൻ, പോവർട്ടി എസ്റ്റിമേഷൻ, വൾണറബിൾ ഗ്രൂപ്പ്സ്, ഇൻഡസ്ട്രി ഡിസ്പാരിറ്റീസ്, ഗ്ലോബൽ പോവർട്ടി സിനാരിയോ, കോസസ് ഓഫ് പോവർട്ടി, ആൻറ്റി പോവർട്ടി മെത്തേഡ്സ്, ചലഞ്ചസ് ഫേസിങ്. ഇത്രയൊക്കെയാണ് നമ്മൾ പോവർട്ടി എന്ന് പറയുന്ന ലെസണിൽ നോക്കാനുള്ള പോയിന്റ്സ്. ഓക്കെ.